മെഹ്റാജിന്റെയും രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് ഏഴാകാശം കടന്നു പടച്ചറബിന്റെ ദർബാറിലേക്ക് കടന്നുപോയ ചരിത്രം നിനക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ആകാശ കവാടങ്ങൾ കടക്കുകയാണ്. ഓരോ കവാടങ്ങളും കടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് സ്വീകരിക്കുകയാണ്. ആദം നബിയെ കണ്ട്, നൂഹ് നബിയെ കണ്ട്, മൂസാ നബിയെ കണ്ട്, ഇബ്രാഹിം നബിയെ കണ്ട്, ദാവൂദ് നബിയെ കണ്ടോ, യാക്കൂബ് നബിയെ കണ്ടു. പ്രവാചകൻ ഓരോ പ്രവാചകന്മാരെയും കാണുകയാണ്. അല്ലാഹുവിന്റെ കോടാനി 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 മലക്കുകൾ ഉണ്ടല്ലോ, ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെന്ന് സ്വീകരിക്കുകയാ. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ എവിടെന്ന് സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് കടന്നിങ്ങനെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ഒരേ ഒരു മലക്ക് മാത്രം അവിടുന്ന് തല പോലും ഉയർത്തുന്നില്ല. ഒരേ ഒരു മലക്ക് തന്റെ തല പോലും ഉയർത്തുന്നില്ല. ആ മലക്ക് ചിരിക്കുന്നില്ല, മുഖത്ത് നോക്കുന്നില്ല. ആ മലക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല താഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി, ആരാ അല്ലാ, ഞാൻ കടന്നു വന്നിട്ടൊന്ന് മുഖം പോലും ഉയർത്താത്ത, പടച്ചവനെ ഒന്ന് ചിരിക്കാത്ത ആ മലക്കാരാണ്. ഈ മലക്കിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീൽ? ആ മലക്കാരാണ് ജിബ്രീൽ. ആ മലക്കൊന്ന് തല ഉയർത്തുന്നില്ലല്ലോ, ആ മലക്കൊന്ന് ചിരിക്കുന്നില്ലല്ലോ, ആ മലക്കിനൊരു സന്തോഷവുമില്ലല്ലോ. ഇന്നിവിടെയുള്ള എല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോ ആ മലക്കാരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. ആ മലക്ക് ചിരിക്കുന്നത് ഞങ്ങളെ കണ്ടിട്ടില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് അവിടെ പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, കഴിയുന്നില്ല നബിയേ. അങ്ങ് കടന്നു വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്, എനിക്കൊന്ന് ചിരിക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങ് വന്നതിൽ വല്ലാത്ത സന്തോഷമുണ്ട്, എനിക്കൊന്ന് ചിരിക്കണമെന്നുണ്ട് നബിയേ. എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ പറ്റൂല, എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ പറ്റൂല. അതിന്റെ കാരണം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ നരകമൊന്ന് കണ്ടുപോയി നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നരകമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ചിരിച്ചും കളിച്ചും ആസ്വദിച്ചും നടക്കുന്നവരോട് എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ലല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ കൈമലർത്താറല്ലാതെ എനിക്കും നിങ്ങൾക്കും ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചിരിക്കല്ലേ, നിങ്ങൾ ഒരുപാട് ചിരിക്കല്ലേ, നിങ്ങൾ ഒരുപാട് ചിരിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, എത്ര ചിരിക്കരുതെന്ന് പറഞ്ഞാലും നമ്മൾ ചിരിക്കുന്നവരാ. എല്ലാവരും കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും നടക്കുന്നവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയടേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, 24 മണിക്കൂറും നിങ്ങൾ കരയണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിരിക്കാതെ നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ മലക്കുകളല്ല, മനുഷ്യന്മാരാ. പക്ഷേ നിങ്ങളോട് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ കരയണേ സഹാബാ.